അങ്ങാടിയിൽ വെച്ച് തീവണ്ടി ആഫീസിലെ ഗോവിന്ദൻ നായർ കൊണ്ടുതന്നതാ. പള്ളി പെരുന്നാളിൻ്റെ അന്ന് രാത്രി പള്ളിക്കുള്ള ടിക്കറ്റാ. നിങ്ങൾക്ക് ആമനാക്കും കൂടി. ശരിയാണോ നോക്കി? ശരിയാണ്. കരുവാങ്കുഞ്ചുവിൻ്റെ ആലയുടെ അടുത്തുള്ള കടവിൽ ഒരു കൊച്ചു തോണി ഉണ്ടാവും. അതിൽ കയറി നിങ്ങൾ അക്കരക്ക് പോകണം. അവിടെ നമ്മളൊരു കുതിരവണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരുടെ വണ്ടിയാ? അറിയുന്ന ആളാ? ടൗണിലുള്ള ഒരു പാണ്ടിയുടെയാ, ബെങ്കിടി. പേടിക്കണ്ട, ഓൻ നമ്മുടെ ആളാ. ഓ നിങ്ങളെ രണ്ടാളെയും തീവണ്ടി ആഫീസിലെത്തിക്കും. നിങ്ങളെ ഹാജിയാരേനൊക്കെ നമ്മൾ നിങ്ങളോട് നന്ദി കാണിക്കുക. പടച്ചോന് നിറക്കാത്തതൊന്നുമല്ല നമ്മൾ ചെയ്യണമെന്ന് നമുക്കറിയാം. ഓല് ദൈവമല്ലേ, മനുഷ്യന്മാരെക്കാൾ വിവരമുള്ള ആളാണല്ലോ. കാത്തോളൂ നിങ്ങളെ. നമ്മൾ ഈ പുരയില പറമ്പില കയറി നിറഞ്ഞ പള്ളിക്കാരെ നമ്മളെ ഈ നാട്ടിൽ നിർത്തൂല. നീ എഴുത്ത് കൊടുത്താലും കുഴപ്പമില്ല, ഓരുടെ കയ്യിൽ പിടി കൊടുക്കല. മനസ്സിലായി? മതി, ആരും കാണില്ല. പോ. കരിയിലെല്ലാം കൊണ്ട് വാരി കൂട്ടിക്കോ. ബാക്കി പണി നാളെ ആകാം. ആ പസ കാച്ചത് മൂടിയിട്ടുണ്ടാ? ഇല്ല, തുറന്നിട്ടിരിക്കുക. പോയി മൂടിയക്കടാ. എന്താ അവിടെ? ആരാത്? എന്തോ ഒരു സാധനം അങ്ങോട്ട് ഉരുണ്ടുപോയി. ആ കരിയിലെ പിന്നിലുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് അന്യം കൊണ്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോവും. അതുവരേക്കും ആ ഹാജിയാർ അന്നക്കയറി പിടിക്കരുത്. അതിനൊരു ഭയമുണ്ട്. ആമിന, മുല്ലപ്പൂ മണിയറ ഒരുക്കോ ഒന്നും വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. ഓരോരുത്തരുടെ കണ്ണുകടി കൊണ്ടാ അന്നെ ഞമ്മക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ പോലും കഴിയാഞ്ഞത്. ആമിന, അന്റെ കൽബും പടക്കുന്നുണ്ടല്ലേ? നമ്മളെ മുഴുവനായിട്ടും എനിക്ക് തന്നിക്കണ്. ഈ എന്താ ചെയ്തോ? പോയപ്പോ കേവി കയറി വന്നിക്കടാ. അതേടാ, നിന്റെ കെട്ടിയവനെ ചോദിച്ച് നമ്മളെ പുറേന്ന് ഇറങ്ങി പോടി കേവി. എന്താടാ വിളിച്ചത്? എന്താടാ ഇവിടെ ഒരു ബഹളം? മേത്തൊരു കേവി കയറിയിരിക്കണ്. അത് തുണി എവിടെയാടാ? ഓള് വലിച്ചു കയറി നമ്മളെ ചെവി കടിച്ചു പറിച്ച്. ഞമ്മടെ പുരയില് ഞമ്മളോട് ചോദിക്കാണ്ട് ഏത് കേവിയാടാ കയറിയത്? ഞമ്മക്കൊന്നറിയാം. എന്താ നിന്റെ പേര്? നിന്റെ തിത്തയ്യും തകതയും ഒന്നും ഇരുന്തലക്കാരനോട് വേണ്ട. ഒഴിഞ്ഞു പോ. ഇല്ല, പോല. മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നോ അതോ അടിച്ചിറക്കണോ? ആ ചൂറിലൊക്കെ പിടിച്ച് വാങ്ങിട്ട് ഓനിക്കിട്ട് 4 കൊടുത്താലുക്കാ. ഓനിക്കല്ല, ഓനെ കൊണ്ട് ഈ പണി ചെയ്യിക്കാൻ നമുക്ക് മൊയ്തുട്ടിക്കാ കൊടുക്കേണ്ടത്. കള്ള ഹിമാറ്. ഓളെ തല്ലു. പിന്നെ മുത്തം കൊടുക്കാനാ? ഹലാക്കിന്റെ പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ ആലോചിക്കണാർന്ന്. വായ തുറക്കണ്ട, പിന്നെ നാട്ടാരുടെ തല്ലി ഞമ്മക്കാവും. നമ്മൾ പെരുന്നാൾ വരയ്ക്ക് ആ ഹാജിയാർ ഓളെ തൊടാണ്ടിരിക്കാൻ ഒരു ഭൈ പറഞ്ഞു കൊടുത്തതല്ലേ?
ചെയ്ത് കണ്ടോണ്ടിരിക്കുക. ചെറുക്കനെ കത്തറുണ്ടാക്കിയിട്ട് കാര്യങ്ങൾ കുഴപ്പാക്കണ്ട. നായരെ തല്ലണ മയില് തല്ലി. ഇവിടെ നിൽക്കണ്ട. ഓ ഇവിടെ നിന്നാ എനിക്ക് പിരാന്താവും. നമ്മുടെയൊക്കെ മയ്യത്തും. ഇങ്ങനെങ്കിലും ഒന്ന് പോയി പറയും മൊയിലാരി അവളെ അല്ല, ഇവരെ ഇവിടുന്ന് കൊണ്ടുപോണ്ടോ വേഗം. ഇവിടെ വന്നേ. ഇങ്ങോട്ട് വരിക. വിട്. കൊല്ലു ആ നായിന്റെ മോനെ. എന്താ പോയി കൊല്ലി? അനക്കായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ തുലക്കാനാണ് എന്റെ പുറപ്പാടെങ്കിൽ ഇജ്ജ് പോയി കൊല്ലി. ഈ കോപ്രാട്ടികൾ കണ്ടും കേട്ട് നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല നമ്മൾ വായി മൂടിക്കെട്ടി നിൽക്കണത്. ഈ കൊടുമ കണ്ടിട്ട് നമ്മളെ കൈയും തരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മളൊന്ന് കൈ നോക്കിയാൽ അതോടെ തീരാ പോണത് എന്റെ ആമിനാടെ കൂടെ ജീവിതമാ. പേപ്പട്ടിയെ തല്ലണ പോലെ തല്ലിയിട്ടും മയങ്ങി വീണിട്ടും ഓളെല്ലാം സഹിക്കണത് എന്റെ കൂടെ കൈവിടെന്നുള്ള പൂതി കൊണ്ടാ. അനക്കത് വേണമെങ്കിൽ പോ. തല്ല കൊല്ല എന്താ ചെയ്യും, എന്ത് ഹലാക്കെങ്കിലും ചെയ്യും.